നെവിൻ സ്വേച്ഛാധിപതിയായിട്ട് 1 മിനിറ്റ് തികയുന്നതിന് മുൻപേ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. അടുക്കളയിലാണ് പുതിയ നിയമം നെവിൻ കൊണ്ടുവന്നിരിക്കുന്നത്. സ്വേച്ഛാധിപതിയായിട്ട് ടാസ്ക് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് കയറി പോകുന്ന വഴി അടുക്കളയുടെ ഫ്രണ്ടിൽ കൂടെ അങ്ങ് പാസ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോഴാണ് നെവിൻ അടുക്കളയിൽ ഒരുപാട് ബഹളം ശ്രദ്ധിച്ചത്. നേരെ അങ്ങോട്ട് ചെല്ലുന്നു. ഇനി മുതൽ അടുക്കളയിൽ നിൽക്കുന്നവരെ ഒരുപാട് ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടാക്കുകയൊന്നും വേണ്ട, കുറച്ച് സംസാരിച്ചാൽ മതി, അധികം സംസാരിക്കുകയും വേണ്ട, ആവശ്യമുള്ളത് മാത്രം സംസാരിച്ചാൽ മതിയെന്ന് നെവിൻ പുതിയ ഓർഡർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് നിന്ന് റെന ഫാത്തിമ ജിസേലിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ജിസേലെ നിൻ്റെ കൂടെയുള്ള നിൻ്റെ പാർട്ട്ണറെ ഒന്ന് മയക്കാമോ, ഒരു മയത്തിലൊക്കെ പറയാമോ, ഒന്ന് കൺട്രോൾ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നെവിൻ അവിടുന്ന് ഇറങ്ങി നടന്ന് പോരുന്ന വഴിക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ കള്ളനെന്ന് വിളിച്ച കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്, അവർക്കിട്ട് ഒരു പണി കൊടുക്കണം എന്നുള്ള സംസാരത്തിൽ നെവിൻ ഇങ്ങോട്ട് പോരുകയാണ്. നെവിൻ ഇനി എന്തൊക്കെയാണോ അവിടെ കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നെവിനും ജിസയിലും കൂടെ അവിടെ കാപ്പിപ്പൊടി കട്ടെടുത്ത് കാപ്പി ഉണ്ടാക്കി കുടിച്ചത് അവിടെ ബാക്കി എല്ലാവരും തന്നെ കൈയോടെ പൊക്കിയതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മധുര പ്രതികാരമൊക്കെ അവിടെ നെവിൻ്റെ മനസ്സിൽ കാണും. അതൊക്കെ ഇനി ലൈവിൽ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും. അവർ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കിയിരുന്ന് തന്നെ അറിയാം. നിങ്ങൾ എന്തൊക്കെ നിയമങ്ങളായിരിക്കും സ്വേച്ഛാധിപതിയായി നിങ്ങൾ ബിഗ് ബോസ് വീട്ടിലാണെങ്കിൽ കൊണ്ടുവരാൻ പോകുന്നത്? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.